നമസ്കാരം ഫ്രണ്ട്സ്. എൻ്റെ പേര് വൈശാഖ് എന്നാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഹൃദയം തുറക്കുന്ന ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് എന്തായാലും അതിനെപ്പറ്റി രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. നമ്മുടെ ആലുവയിലെ ആ കൊച്ചു കുഞ്ഞിന്റെ അതിക്രൂരമായ കൊലപാതകം മനസാക്ഷിയും മനുഷ്യത്വമുള്ള ഓരോ മനുഷ്യന്റെയും ഹൃദയം കീറി മുറിക്കുന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. ആലുവയിലെ 3.5 വയസ്സുകാരിയായ അംഗൻവാടി വിദ്യാർത്ഥിയായ ഒരു കൊച്ചു പെൺകുട്ടി, ആ പെൺകുട്ടിയെ അതിന്റെ അമ്മ പുഴയിലെറിഞ്ഞ് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവരെ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസിന് വളരെ നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചത്. ആ കുഞ്ഞ് 1.5 വർഷമായിട്ട് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചത് അതിന്റെ സ്വന്തം ചെറിയച്ഛനാണ്, അച്ഛന്റെ അനിയൻ. സംരക്ഷിച്ച് പോറ്റി വളർത്തേണ്ടവർ തന്നെയാണ് ആ പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി കൊത്തിവലിച്ച് കൊലപ്പെടുത്തി കളഞ്ഞത്. ഇത്ര കൊടും ക്രൂരമായി ആ കൊച്ചു കുഞ്ഞിനെ കൊന്നുകളയാൻ മാത്രം എത്രമാത്രം ഭീകരമാണ് ഇവരുടെയൊക്കെ ആ ഒരു മാനസികാവസ്ഥ. ആ കൊച്ചിന്റെ തള്ളയുടെ ആയിക്കോട്ടെ, ചെറിയച്ഛൻ എന്ന് പറയുന്നവന്റെ ആയിക്കോട്ടെ, അവന്റെയൊക്കെ മനസ്സ് എത്രമാത്രം കൊടും ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കുക. ഇവരൊക്കെ മനുഷ്യരാണോ? 1.5 വർഷമായിട്ട് സ്വന്തം മകളായിട്ട് കണ്ട് സ്നേഹിച്ച് പോറ്റി വളർത്തേണ്ട കൊച്ചു കുഞ്ഞിനെ ആ പരമ ദുഷ്ടൻ, ആ പരമ ചെറ്റ എന്ന് തന്നെ പറയണം, ആ പരമ ചെറ്റ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. അതിക്രൂരമായി അവന്റെ കാമഭ്രാന്ത് തീർക്കുകയായിരുന്നു ആ പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിൽ. ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞ്, ഈ നിഷ്കളങ്കിയായ ആ പിഞ്ചു കുഞ്ഞ്, ഒന്നും അറിയാതെ ആ പിഞ്ചു കുഞ്ഞിനെ അവൻ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുട്ടിയുടെ ശരീരത്തിലുടനീളം മുറിവുകളും പാടുകളുമാണെന്ന സത്യമാണ് ഡോക്ടർമാർക്ക് മനസ്സിലായത്. എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആരാണ് സംരക്ഷിക്കേണ്ടത്? വീട്ടിലുള്ളവർ സംരക്ഷിച്ചില്ലെങ്കിൽ മാതാപിതാക്കളായിക്കോട്ടെ, ഏറ്റവും അടുത്ത ബന്ധുക്കളായിക്കോട്ടെ, ഇവരൊന്നും സംരക്ഷിച്ചില്ലെങ്കിൽ ആര് സംരക്ഷിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ? കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് അടുത്ത ബന്ധുക്കളുടെ കയ്യിൽ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ആ പിഞ്ചു കുഞ്ഞ് നേരിട്ട ആ ഒരു പീഡനം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഒന്നും അറിയാത്ത പ്രായത്തില് അതിന്റെ ശരീരത്തെ അതിക്രൂരമായി ഉപയോഗിച്ചു ആ പിശാച്, ചെറിയച്ഛൻ എന്ന് പറയുന്ന ആ പിശാച്. അവനൊരു മനുഷ്യനാണോ? അവൻ ഒരു മനുഷ്യജീവിയാണോ? അവനെ ഒരിക്കലും മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാൻ സാധിക്കില്ല. അവൻ പിശാച് മാത്രമാണ്. എത്ര ക്രൂരനായതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഇത്രയും വലിയൊരു ക്രൂരത ആ പാവം പിഞ്ചു കുഞ്ഞിനോട് ചെയ്തത്. ഒന്നും അറിയാത്ത നിഷ്കളങ്കിയായ ഒരു പിഞ്ച് പെൺകുട്ടിയോട് ഇത്രമാത്രം ക്രൂരത ചെയ്യണമെങ്കിൽ അവന്റെ മനസ്സ് എത്രമാത്രം പൈശാചികമാണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ മാത്രം അവന്റെ ആ ഒരു മനസ്സ്, പിശാചികൾക്ക് പോലും ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു മനസ്സുണ്ടാവില്ല. അത്രമാത്രം കൊടും ക്രൂരതയാണ് അവൻ ആ പിഞ്ച് ശരീരത്തോട് ചെയ്തത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാര് പറയുന്നത് ആ കൊച്ചു കുഞ്ഞിന്റെ ശരീരം ആ സകലം മുറിവുകളാണെന്നാണ്. അത്രമാത്രം കൊടിയ പീഡനമാണ് ആ പിഞ്ച് ശരീരത്തോട് ആ പരമ ദുഷ്ടൻ ചെയ്തത്, ആ പരമ ചെറ്റ ചെയ്തത്. ഇവനെ ഒരു മനുഷ്യനായിട്ട് ഒരിക്കലും കൂട്ടാൻ പാടില്ല. ഇവനൊരു മനുഷ്യനല്ല. ഇവനും ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും കൊടുക്കാൻ പാടില്ല. ഇവനെ ഒന്നും ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് തീറ്റി പോറ്റരുത്, ഒരിക്കലും തീറ്റി പോറ്റരുത്. ഇവനെയൊക്കെ അവിടെ വെച്ച് തന്നെ തീർക്കണം, എൻകൗണ്ടർ നടത്തി തീർക്കണം ഇവനെയൊക്കെ. അത്രമാത്രം കൊടും ക്രൂരതയാണ് ഇവൻ ആ പിഞ്ചു കുഞ്ഞിനോട് ചെയ്തത്. ഒരു പാവം പിഞ്ചു കുഞ്ഞിനെ അതിന്റെ നിഷ്കളങ്കത മുതലെടുത്തുകൊണ്ട് അതിക്രൂരമായി പീഡിപ്പിച്ച, അതിഭീകരമായി ഉപദ്രവിച്ച ആ നരാധവനെ, ആ പിശാചിനെ ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുത്ത് സമൂഹത്തിന് മാതൃക കാണിക്കണം ആ നിയമങ്ങള്. അതാണ് വേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാല് ഗൾഫ് നാടുകളിലുള്ള ശിക്ഷ, ആ ശിക്ഷാവിധി ഇത്തരം കേസുകളിൽ നമ്മുടെ ഇന്ത്യയിലും കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ നിലവിലുള്ള നിയമങ്ങൾ കൊണ്ട് ഒന്നും നടക്കുന്നില്ല. വീണ്ടും കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം
ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നു, ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ വെച്ച് തീറ്റി പോറ്റുന്നു, കുറച്ച് നാളുകൾക്കുള്ളിൽ പുറത്തേക്ക് വിടുന്നു, വീണ്ടും അവൻ ഇതേ കുറ്റകൃത്യം തന്നെ ആവർത്തിക്കുന്നു. അതേസമയം ഗൾഫ് നാടുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈയും കാലും വെട്ടുക, തല വെട്ടിക്കളയുക പോലുള്ള നമ്മള് കാടൻ നിയമങ്ങൾ എന്ന് പറയുന്ന അതുപോലുള്ള നിയമങ്ങളാണുള്ളത്. പക്ഷെ ആ നിയമങ്ങൾ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം പേടിച്ച് ഒരുത്തനും അനങ്ങില്ല, ഒരുത്തനും ഒരാളുടെ മെക്കിട്ട് കയറാൻ പോവില്ല പേടിച്ചിട്ട്. ആ പേടി വേണം, നമ്മുടെ നാട്ടിലും ആ പേടി വേണം, എങ്കിലേ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കമുള്ള നമ്മുടെ സമൂഹത്തിലെ പാവങ്ങൾക്ക് ജീവിതം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴുള്ള നരാധമന്മാര് പാവങ്ങളെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരിക്കും, പാവങ്ങളെ ഉപദ്രവിച്ച് കൊന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ ഗൾഫ് നാടുകളിലൊക്കെ ഈ ഇതുപോലുള്ള അതിക്രൂരമായിട്ടുള്ള കേസുകളിൽ കൊടുക്കുന്ന ശിക്ഷ തന്നെ ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇവനൊന്നും നിയമത്തിന്റെ ഒരു പഴുതും ആർജിക്കുന്നില്ല. ഒരു തരത്തിലുള്ള മാനുഷികപര പരിഗണനയും ഇവരൊന്നും കൊടുക്കാൻ പാടില്ല. ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് ഇവർ കൊടുക്കേണ്ടത്. അതിക്രൂരമായിട്ട് ആ കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് ഇവര് അതികഠിനമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നത്. അതികഠിനമായിട്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് നാടുകളിൽ കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മള് ഗൾഫ് നാടുകളിലെ ശിക്ഷകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇപ്പോ എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു ശിക്ഷാരീതിയാണ് അവിടെ ഉള്ളത്. കൈയും കാലും വെട്ടിക്കളയുക, ഏത് അവയവം കൊണ്ടാണോ തെറ്റ് ചെയ്ത് ആ അവയവം വെട്ടിക്കളയുക, അതുപോലെ തല വെട്ടിക്കളയുക, പബ്ലിക്കായി കെട്ടിത്തൂക്കുക, ഇതുപോലുള്ള ശിക്ഷാരീതികളാണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മള് വിചാരിക്കാറുണ്ട്, ഒരു മാനുഷികമായി വിചാരിക്കാറുണ്ട്, അയ്യോ ഇത്രമാത്രം ക്രൂരമായിട്ട് എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന്. പക്ഷെ ആലുവയിലെ ആ കൊച്ചു കുഞ്ഞിന് നേരിടേണ്ടി വന്ന അതിക്രൂരമായിട്ടുള്ള ആ ഒരു പീഡനം, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിപ്പോവുകയാണ്, ഗൾഫ് നാടുകളിലെ പോലുള്ള അതികഠിനമായിട്ടുള്ള ശിക്ഷാരീതി തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള കേസുകളിൽ, ഇതുപോലുള്ള അതിഭീകരമായിട്ടുള്ള കേസുകളിൽ, അതിക്രൂരമായിട്ടുള്ള കേസുകളിൽ അതുപോലുള്ള ശിക്ഷ രീതികൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ചു പോവുകയാണ്. മനുഷ്യത്വമുള്ള ആരും ആലോചിച്ചു പോകരുത്. കാരണം ഇത്ര പൈശാചികമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാട്ടില്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശിക്ഷ കഠിനമല്ല എന്നുള്ളത് തന്നെയാണ്. ശിക്ഷ കഠിനമാണെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. പേടിയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കത്തുള്ളൂ. ആ പേടി വേണമെങ്കിൽ നിയമങ്ങള് അതിശക്തമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ശിക്ഷകൾ തന്നെ ഇതുപോലുള്ള കൊടും ക്രൂരതയ്ക്കൊക്കെ കൊടുത്തു തന്നെ വേണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ. ഇപ്പം ഗൾഫ് നാടുകളിൽ ഇത്തരം തെറ്റുകളൊന്നും നടക്കുന്നത് വളരെ അപൂർവമാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആളുകൾ പേടിച്ചിട്ട് അനങ്ങുന്നില്ല. കാരണം എന്താ വെച്ചാല് ശിക്ഷ ഇതുപോലുള്ള കഠിനമായിട്ടുള്ള ശിക്ഷകളാണ്. അതുകൊണ്ട് അവിടെ കുറ്റകൃത്യങ്ങളും വളരെ കുറവാണ്. അപ്പം അതേപോലെ തന്നെയുള്ള ശിക്ഷാരീതികൾ ഇത്തരം കൊടും ക്രൂരമായിട്ടുള്ള സംഭവങ്ങളിലെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുവാണെങ്കിലും ഇതുപോലുള്ള ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ശമിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത്. ശിക്ഷ കഠിനമാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തില് സംരക്ഷിച്ച് കൂടെ കൊണ്ടുവന്ന് പോറ്റി വളർത്തേണ്ടവർ തന്നെയാണ് ഇതുപോലുള്ള കൊടും ക്രൂരത ആ പിഞ്ചു കുഞ്ഞിനോട് ചെയ്തത്. ആലുവയിലെ ഈ കൊച്ചു കുഞ്ഞിന്, ഈ പിഞ്ചു കുഞ്ഞിന് സംഭവിച്ച ഈ ദുരന്തം ഒരു കുഞ്ഞുങ്ങൾക്കും സംഭവിക്കാതിരിക്കട്ടെ ഭാവിയില്. അതിനുള്ള നടപടികള് നമ്മുടെ നിയമങ്ങള് ശക്തമാക്കിക്കൊണ്ട് നമ്മുടെ സർക്കാരുകൾ ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതുപോലുള്ള കേസുകളില് ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്ത് ഒഴിവാക്കിയാൽ പോരാ, അതിശക്തമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. ഇനി ഇതുപോലുള്ള ഒരു സംഭവം ആവർത്തിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും പറയും ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല, പക്ഷെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശിക്ഷയുടെ കാഠിന്യം കുറവായതുകൊണ്ടാണ്. ശിക്ഷ കഠിനമാക്കിയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ സ്ത്രീകൾക്കായിക്കോട്ടെ ആർക്കും രക്ഷ ഉണ്ടാകില്ല സമൂഹത്തില്. അത് മനസ്സിലാക്കുക എല്ലാവരും. എത്രമാത്രം സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ആ കുഞ്ഞിൻ്റെതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല.
സ്വന്തം അമ്മയാണ് അതിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നു കളഞ്ഞത്. ആ സ്ത്രീയെ ഒരു അമ്മ എന്ന് പറയാൻ പറ്റുമോ? അവരൊരു അമ്മയാണോ? അവരൊരു സ്ത്രീയായിട്ട് പോലും നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. ഒരു സ്ത്രീ ജന്മം എന്ന് പറയുന്നത് ഏറ്റവും നന്മയുള്ള ഒരു ജന്മമാണ്, ഏറ്റവും പുണ്യ ജന്മമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും നന്മയും സ്നേഹവും കരുണയും ഒക്കെ ഉള്ളത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇവരൊരു അപമാനമാണ്. ഇവരെ ഈ കൊച്ചിന്റെ അമ്മയെ ഒരു സ്ത്രീയായിട്ട് പോലും നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പരിഗണിച്ചു കഴിഞ്ഞാൽ നല്ലവരായ നമ്മുടെ സ്ത്രീ ജന്മങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. ഇവരൊരു സ്ത്രീ പോലും അല്ല, ഇവരൊരു രാക്ഷസിയാണ്, കൊടും രാക്ഷസിയാണ് ഇവർ. ഇവരുടെ മനസ്സ് പിശാചിന്റെ മനസ്സാണ്. സ്വന്തം മകളെയാണ് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നു കളഞ്ഞത്. അത് മാത്രമല്ല, ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഇവർക്ക് അറിയാമെന്നാണ് പറയുന്നത്, സ്വന്തം കുഞ്ഞ് ഇങ്ങനെ 1 വർഷത്തിന് മേളിലായിട്ട് ഈ അച്ഛന്റെ അനിയൻ എന്ന് പറയുന്നതിൽ നിന്ന് പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പം ഇവര് ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഒരു കാര്യവും ചെയ്തുമില്ല എന്ന് മാത്രമല്ല, അവസാനം ആ കൊച്ചിനെ പുഴയിൽ എറിഞ്ഞ് കൊന്നു കളയുകയും ചെയ്തു. എന്തൊരു ജന്മമാണത്, എന്തൊരു നികൃഷ്ട ജന്മമാണ് അവരുടേത്. ഒരു സ്ത്രീ അല്ല അവര്, ഒരു രാക്ഷസിയാണ്, കൊടും രാക്ഷസി. നമ്മുടെ സമൂഹം എത്രമാത്രം ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഓരോ ദിവസം കഴിയുന്നവരും അതപ്പതിച്ചതപ്പതിച്ച് പാതാളത്തിലേക്ക് നാമു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്